വിശുദ്ധ ഖുർആൻ നമ്മളെ വളരെ ആവർത്തിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പ്രയാസങ്ങളോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നുള്ളത് നമ്മളെ ആവർത്തിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു ഖുർആനിക വചനമാണ്. എല്ലാ പ്രയാസങ്ങളോടൊപ്പവും നമുക്ക് എളുപ്പങ്ങളെ പ്രതീക്ഷിക്കാം. വാസ്തവത്തിൽ ഈ കോവിഡ് എന്നുള്ള വലിയൊരു മഹാമാരിയുടെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഈ മാതിരിയുള്ള ലൈവ് മീറ്റിങ്ങുകളുടെ എളുപ്പം പരിചയിച്ചത്. അതിനു മുമ്പും ഇത് ചുരുക്കം ചില ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ മാധ്യമത്തെ നമുക്ക് ഇത്രയേറെ സുപരിചിതമാക്കി തന്നത് കോവിഡ് എന്ന നമ്മളെയൊക്കെ വീട്ടിലിരുത്തിയ വലിയൊരു മഹാമാരിയാണ്. എന്നതുപോലെ ഏത് പ്രതിസന്ധിയിലും എളുപ്പങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായി കണ്ടാൽ അതിനകത്ത് വേറെയും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ വിശേഷിച്ചും പലവിധ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ അവസാനമായി വന്നുപെട്ട ഒരു പ്രതിസന്ധിയെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വഖഫും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇത് തീർത്തും വഖഫ് ആക്ടിലേക്ക് കടന്നാൽ അതൊരു നിയമപ്രശ്നമാണ്. നിയമത്തിൻ്റെ ഭാഷ നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ വരണ്ടതാണ്. അതിൻ്റെ സൂക്ഷ്മമായ വിശകലനങ്ങൾ സാധാരണക്കാരനെ വളരെ വേഗം ബോറടിപ്പിക്കും. അതുകൊണ്ട് അത്തരം വകുപ്പുകളെ ആ അർത്ഥത്തിൽ വിശദീകരിക്കാതെ പൊതുവായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ ഷാരി സാഹിബ് പറഞ്ഞതുപോലെ വഖഫ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്കേ ആരംഭിച്ച, അല്ലെങ്കിൽ അവിടെ മുതൽക്കേ ചരിത്രത്തിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ അവിടെ മുതൽക്കേ നിലവിൽ വന്ന വഖഫിന് ഇന്നും തുടർച്ചയുള്ള ഒരു നിയമത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഇതിനു മുമ്പേ, പ്രവാചകൻ വരുന്നതിനു മുമ്പേ തന്നെ മനുഷ്യ ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, വഖഫ് എന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സംഗതിയെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? എന്നേക്കുമായി ലോകാവസാനം വരെ ഏതെങ്കിലും ഒരു നിശ്ചിതമായ നന്മയുടെ മാർഗത്തിൽ എന്നേക്കുമായി നിലനിർത്തുക എന്നതാണ് അതിലൂടെ നിർവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെ അന്ന് ആരംഭിച്ച വഖഫുകൾ ഇന്നും ഉണ്ടാകാം. അല്ലെങ്കിൽ അതിനുശേഷം ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നതിന് ശേഷമുണ്ടായ 1000-ത്തിനു മീതെ അല്ലെങ്കിൽ 1400-നടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള വഖഫുകൾ ഇന്നും നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം. എന്ത് പർപ്പസിന്? നിരവധിയായ പർപ്പസുകൾക്ക്. അത് പള്ളികളാവാം, മദ്രസകളാവാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവാം, കിണറുകളാവാം, മൈതാനങ്ങളാവാം, മുസാഫർ ഖാനകളാവാം. അങ്ങനെ മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, പൊതുവെ മനുഷ്യ സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന, അവർക്ക് ഗുണമായി ഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വസ്തുവിനെ താൻ മാറ്റിവെക്കുക. എത്ര വരെ? ലോകാവസാനം വരെ, എന്നേക്കുമായി. അപ്പോൾ ഒരു നന്മയുടെ നൈരന്തര്യം സമൂഹത്തിൽ ഉറപ്പുവരുത്തുന്ന ഒരു നിയമ മേഖലയ്ക്കാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് ഒരാൾ അയാളുടെ വസ്തു ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ ഉടമസ്ഥത മനുഷ്യരിൽ നിന്ന് ഡൈവേസ്റ്റഡ് ടു ഗോഡ് എന്നാണ് പറയുക. അതിൻ്റെ ഉടമസ്ഥത മനുഷ്യനിൽ നിന്ന് കൈമാറി ദൈവത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ് പറയുക. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവും മനുഷ്യൻ അതിൻ്റെ കൈകാര്യകർത്താവ് മാത്രമായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? മനുഷ്യ നന്മയ്ക്കു വേണ്ടി. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് വഖഫുകൾ, എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നും നിരവധി യൂണിവേഴ്സിറ്റികൾ വർക്ക് ചെയ്യുന്ന, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന, നിരവധി മനുഷ്യർ ഒത്തുകൂടുന്ന മൈതാനങ്ങൾ പോലും ഇത്തരത്തിൽ വഖഫായി നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് വഖഫിൻ്റെ ഒരു സ്വഭാവം പറയുകയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഗൾ രാജാക്കന്മാരുടെ കാലത്തായാലും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്തായാലും ഒക്കെ ഈ വഖഫിനെ മാനേജ് ചെയ്യുന്നതിനെ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ നിയമങ്ങളെ അത് ഇസ്ലാമിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാ ഭരണകർത്താക്കളും മുന്നോട്ട് പോയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ അവരാണ് വാസ്തവത്തിൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ ക്രോഡീകരിച്ചു തന്നത്. ഈ വിഷയത്തിലല്ല,
ഒരുപാട് വിഷയങ്ങളിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചു തന്നത് ബ്രിട്ടീഷുകാരാണ്. അവരും വഖഫിനെ സംബന്ധിച്ച് ഇസ്ലാമിക നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമുള്ള വിധിയും കൈകാര്യകർത്തൃത്വവുമാണ് അവരും നടത്തിപ്പോകുന്നത്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1954 ആദ്യമായി ഒരു വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. ആ വഖഫ് ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ വഖഫ് ബോർഡുകൾ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നുണ്ട്, അതിൻ്റെ കണക്കെടുപ്പുകൾ ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നീട് ഈ 1954 വന്ന ഈ നിയമം പിന്നീട് പല സന്ദർഭങ്ങളിൽ സമയോചിതമായി ഭേദഗതി വരുത്തുന്നുണ്ട്. 1984 ഭേദഗതി വരുത്തിയിട്ടുണ്ട്, പിന്നീട് 95 ഭേദഗതി വരുത്തിയിട്ടുണ്ട്, 2013 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊന്നും ഇല്ലാത്ത വലിയൊരു എതിർപ്പും വലിയൊരു ആശങ്കയും ഇപ്പോഴുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇതിനു മുമ്പുണ്ടായ എല്ലാ ഭേദഗതികളും അത് ഈ വഖഫ് എന്ന സംരംഭത്തെ അത് നിലനിർത്താനും സംരക്ഷിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഭേദഗതികളായിരുന്നു. അത് ആ അർത്ഥത്തിൽ നിരവധി പഠനങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളാണ് വരുത്തിക്കൊണ്ടുവന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിയമത്തിൽ ഭേദഗതി വരുന്നത് പലപ്പോഴും ഒന്നുകിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള മുറവിളി ഉണ്ടാവുക എന്നുള്ളതാണ്, ഇതിൽ മാറ്റം വരാൻ സമയമായി എന്നുള്ള ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2025 ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്തരത്തിലുള്ള യാതൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല. വേറൊരു കോണിൽ നിന്നും അത്തരത്തിൽ ഭേദഗതിക്കുള്ള ആവശ്യവും ഉണ്ടായിട്ടില്ല. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ ഈ വഖഫ് എന്ന കൺസെപ്റ്റിനെ തന്നെ അങ്ങേയറ്റം ഡെമണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈശാചികവൽക്കരിക്കുന്ന ആരോപണങ്ങൾ വിവിധ കോർണറുകളിൽ നിന്ന് വരാൻ തുടങ്ങി. അത് മന്ത്രിമാരിൽ നിന്ന് വരാൻ തുടങ്ങി, ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്ന് വരാൻ തുടങ്ങി. അത് ഏറ്റുപിടിപ്പിക്കാൻ മറ്റു ചില സമുദായങ്ങളെ കൂടെ കൂട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ അന്ന് പറഞ്ഞു വരുത്തിയത് നിലവിലുള്ള വഖഫ് നിയമം അത് വലിയ അധികാരങ്ങൾ വഖഫ് ബോർഡിന് നൽകുന്നു. നാട്ടിലെ ഏതൊരുവന്റെയും വസ്തുവിനെ സംബന്ധിച്ച് വഖഫാണ് എന്നൊരു സംശയം തോന്നിയാൽ അവർക്ക് അതിന്മേൽ തീരുമാനമെടുക്കാം. അവർ മതകോടതിയാണ്, ട്രിബ്യൂണൽ മതകോടതിയാണ്, അതിനു മീതെ അപ്പീലില്ല. അങ്ങനെ മുഴുവൻ മനുഷ്യരും കെടുതിയിൽപ്പെട്ടു പോകുന്ന ഒരു നിയമമാണത്. ചില ജനപ്രതിനിധികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കിരാതമാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞത്. പക്ഷേ ഒരാൾ പോലും ഒരു ഉദാഹരണം എവിടെയാണ് അങ്ങനെ കയ്യേറിയെടുത്തത് എന്നുള്ള ഉദാഹരണങ്ങളൊന്നും ആരും ചൂണ്ടിക്കാട്ടുകയുണ്ടായില്ല. പക്ഷെ മറ്റു ചില വസ്തുതർക്കങ്ങളെ തീർത്തും ഇപ്പോൾ മുനമ്പം പോലുള്ള നേർക്കുനേരെ പറഞ്ഞാൽ ചില സിവിൽ തർക്കങ്ങളെ ഒരു ടൂളായി ഉപയോഗിക്കുകയുണ്ടായി വഖഫിനെ ഡിമണൈസ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ കാര്യമായ ചർച്ചകളില്ലാതെ MP-മാർക്ക് പോലും അഭിപ്രായം പറയാനുള്ള സന്ദർഭങ്ങൾ കൊടുക്കാതെ പെട്ടെന്ന് ഈ നിയമം വരുന്നു. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്ന ആശങ്കകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഓരോ വകുപ്പിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ വഖഫിനെ നന്നാക്കാനല്ല അതിനെ തകർക്കാനാണ് എന്ന് ഏതൊരാൾക്കും ആശങ്കിക്കാവുന്ന വകുപ്പുകളാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ചുരുക്കത്തിൽ നിലവിലുള്ള വഖഫ് ആക്ട് എന്തായിരുന്നു എന്നും ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ് എന്നും നമ്മൾ പ്രായോഗികമായി എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുമൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി പോകാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരുപക്ഷെ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്ത സംസാരം ഒരുപക്ഷെ ബോറിംഗ് ആവാം, എങ്കിൽ ഞാൻ വേഗത്തിൽ അതിൻ്റെ വളരെ ലളിതമായി അവതരിപ്പിക്കാം. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡാണ് ഈ ഓരോ വഖഫിൻ്റെയും മേൽനോട്ടാധികാരിയായിട്ട് നിലവിലെ നിയമപ്രകാരമുള്ളത്. ആ നിലവിലെ നിയമപ്രകാരം ആ വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായിരിക്കും. അവരിൽ ഒരു നല്ല ശതമാനവും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ഒരു വഖഫ് ബോർഡ് നിലവിലുണ്ടാവുക. ആ വഖഫ് ബോർഡ് മുമ്പാകെ എല്ലാ വഖഫുകളും രജിസ്റ്റർ ചെയ്യുക. അതിന് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷിച്ചാൽ അതിന് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മാത്രം രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് വല്ല തർക്കങ്ങളുണ്ടായാൽ പരിഹരിക്കാൻ വഖഫ് ബോർഡ് ഒരു അതോറിറ്റിയാണ്, അതുപോലെ തന്നെ അവർക്ക് മീതെ ട്രിബ്യൂണൽ ഒരു അതോറിറ്റിയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ നടന്നു പോരുന്നു. ട്രിബ്യൂണലിനും മീതെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകാനുള്ള ചാൻസുകളും നിലവിലുണ്ടായിരുന്നു. ഈ രീതിയിലാണ് നിലവിലെ വഖഫ് ആക്ടും കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭേദഗതി വരുന്നത്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്,
ഇനി ഈ ഭേദഗതി മൂലം നമുക്ക് ഈ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ് ഈ ഭേദഗതിയിലൂടെ മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നത് എന്നതിനെ പറ്റി നമുക്ക് വളരെ വേഗത്തിൽ ഞാൻ ആദ്യം ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് ഈ വഖഫിലൂടെ ഈ ഭേദഗതി നിയമത്തിലൂടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്ന 2-ാം വകുപ്പിൽ ഒരു പുതിയ സംഗതി എഴുതി ചേർക്കുന്നുണ്ട്. അതായത് വഖഫിന് സമാനമായ ഉദ്ദേശങ്ങളിലൂടെ ആരംഭിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതി, അത് ട്രസ്റ്റോ സൊസൈറ്റി ആക്ട് അനുസരിച്ചോ രജിസ്റ്റർ അതിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അത് എന്ത് പേര് തന്നെ വിളിച്ചാലും ഇനി അങ്ങോട്ട് അത് ഈ വഖഫ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ഒരു വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് അതേസമയം മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ വഖഫ് ബോർഡിന് ഒരു സൊസൈറ്റിയോ ട്രസ്റ്റോ വഖഫ് ആണെന്ന് റീസണബിളി ബിലീവ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തി അത് രജിസ്ട്രേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. ആ 40-ാം വകുപ്പ് എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ രീതിയിൽ വലിയൊരു വിഭാഗം വഖഫുകളെ ഒഴിവാക്കാനുള്ള ഒരു ലൂപ്പ് ഹോള് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഈ വഖഫുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളല്ല, ഒരുപക്ഷെ സഹസ്രാബ്ദത്തിൻ്റെയും അപ്പുറത്താണ് പല വഖഫുകളുടെയും പഴക്കം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിന് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവില്ല, അതിന് രേഖകൾ ഉണ്ടാവില്ല. പലതും ബൈ യൂസർ, അതായത് ഉപയോഗം കൊണ്ട് വഖഫായി തീർന്നിട്ടുള്ളതായിരിക്കും. ഇതിനെയൊക്കെ നിലവിലുള്ള നിയമത്തിൽ അംഗീകരിക്കുന്നുണ്ട്. നിലവിലുള്ള നിയമത്തിൽ അത്തരം വഖഫുകളും രജിസ്റ്റർ ചെയ്യാനും വഖഫായി അംഗീകരിക്കപ്പെടാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ പുതിയ ഭേദഗതിയിലൂടെ അത്തരം വഖഫുകളെ അംഗീകരിക്കുന്നില്ല, അതിനെ വഖഫായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പുതുതായി വന്നിട്ടുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് അപ്പോൾ ഇത് വഖഫ് നിലവിലുള്ള വലിയൊരു വിഭാഗം വഖഫുകൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനെ ഒരു അസന്നിഗ്ധ അവസ്ഥയിലോട്ട്, എന്താ പറയുക, അതിനെ എവിടെയുമല്ലാത്തൊരവസ്ഥയിലോട്ടാക്കുന്ന ഒരു സംഗതി അതിലൂടെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഇനി അങ്ങോട്ട് വഖഫ് ചെയ്യുന്നതിനെ മാക്സിമം പരിമിതപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ്. ഇനി ഒരാൾ വഖഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണെന്ന്, എത്രത്തോളം കഴിഞ്ഞ 5 വർഷമായി അയാൾ ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്നുള്ള കാര്യം അയാൾക്ക് വ്യക്തമാക്കാൻ കഴിയണം. ആ നിയമത്തിന്റെ വകുപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അതിനകത്ത് പറയുന്നത് എനി പേഴ്സൺ ഷോയിങ് ഓർ ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ഹി ഈസ് പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് 5 years ആണ്. അയാൾ ഒരു മുസ്ലിമാണ് എന്നുള്ളത് അയാൾ പ്രകടമാക്കണം. കഴിഞ്ഞ 5 വർഷമായി പ്രകടമായി തന്നെ അയാൾ മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് വഖഫ് ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ അപകടം എവിടെയാണെന്ന് വെച്ചാൽ, ഇത് നിയമത്തിലെ ഒരു വകുപ്പാണ്. ഈ വകുപ്പിനനുസൃതമായി ഇനി ഗവൺമെൻറ്റിന് ചട്ടങ്ങൾ ഉണ്ടാക്കാം. ആ ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഈ നിയമം കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എങ്ങനെയാണോ ഒരാൾ മുസ്ലിം എന്ന് ഡിമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തൊക്കെ ചട്ടങ്ങളാണ് വരാൻ പോവുക എന്ന് നമുക്കറിയില്ല. എന്തായാലും വഖഫ് ചെയ്യുന്നതിനെ മാക്സിമം പ്രയാസകരമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതുവരെ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് അമുസ്ലിങ്ങളായ ആളുകൾ, കാരണം എന്താണെന്ന് വെച്ചാൽ വഖഫ് നമ്മൾ പറഞ്ഞു, അത് കോളേജുകളാവാം, സ്കൂളുകളാവാം, യതീംഖാനകളാവാം, അല്ലെങ്കിൽ മറ്റ് മുസാഫർ ഖാനകളാവാം, പലതുമാകാം. ജനനന്മയെ ഉദ്ദേശിച്ചുള്ള ഒരു സംരംഭം നാട്ടിൽ നടക്കുമ്പോൾ അതിനോട് ഒരുപക്ഷെ അമുസ്ലിങ്ങളായ ആളുകളും അതിലേക്ക് വസ്തുക്കൾ ദാനം ചെയ്യാം. നിലവിലുള്ള വഖഫ് ആക്ടിന്റെ 104-ാം വകുപ്പ് അനുസരിച്ച് അത്തരം വസ്തുവകകളും ഏതൊരു വഖഫിനോട് ബന്ധിപ്പിച്ചാണോ കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർത്ത് വഖഫിന്റെ എല്ലാ സംരക്ഷണവും അത്തരം വസ്തുക്കൾക്ക് നൽകുമായിരുന്നു. പക്ഷേ ആ വകുപ്പ് തന്നെ ഈ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞു. അപ്പോൾ അമുസ്ലിങ്ങളിൽ നിന്ന് ഒരു ദാനമായോ മറ്റോ വഖഫിലേക്ക് വസ്തു കൂട്ടിച്ചേർക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഒരു സംഗതി. വേറൊരു കാര്യം, ഈ വഖഫിന്റെ രജിസ്ട്രേഷൻ തന്നെ കൂടുതൽ ദുർഘടമാക്കി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിലവിൽ രജിസ്ട്രേഷൻ നടക്കുന്നത് വഖഫ് ബോർഡിൽ ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയോടൊപ്പം രേഖ അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി ഏതെങ്കിലും കാരണവശാൽ രേഖകൾ അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ഡീറ്റെയിൽസ് അത് കൊടുത്താലും നിലവിൽ വഖഫുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും.
അതിനർത്ഥം കൊണ്ടുപോയി കൊടുത്താൽ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുന്നല്ല. അതിന് ബോർഡിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരും, അവർ റവന്യൂ റെക്കോർഡുകൾ പരിശോധിക്കും, നാട്ടിലെ വില്ലേജ് ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ അന്വേഷണങ്ങൾ നടത്തും, അതിനൊക്കെ ശേഷം സ്പോട്ട് എൻക്വയറി നടത്തും. ഇതിനൊക്കെ ശേഷം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് അത് രജിസ്റ്റർ ചെയ്യുക നിലവിൽ തന്നെ. പക്ഷേ ഈ മാതിരി വർഷങ്ങളായി വഖഫായി നിലനിൽക്കുന്നതിന് രേഖകളില്ലെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു സംഗതി ഉണ്ടാക്കി. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ഞാൻ ആ രജിസ്ട്രേഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാം. കാരണം ഒരു പക്ഷേ നിങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് ആ വിഷയം കുറച്ചുകൂടി ഞാൻ അല്പം കഴിയുമ്പോൾ പറയാം. അപ്പോൾ രജിസ്ട്രേഷൻ ദുർഘടമാക്കി എന്നുള്ളതാണ് ഒരു രീതിയിൽ ഇതിനെ വഖഫിനെ ദുർബലപ്പെടുത്താനാണ് ഇത് വരുന്നത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ മറ്റൊരു കാരണം. അതുപോലെ തന്നെ ഈ വാക്കാൽ വഖഫ്, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാൾക്ക് വഖഫ് ചെയ്യാൻ രേഖയുടെ ആവശ്യമില്ല. അത് മറ്റേ ഗിഫ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഓറൽ ഗിഫ്റ്റ് വരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക സിസ്റ്റത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അത് പക്ഷേ ഇവിടെ ആ സാധ്യതയും ഈ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. മുമ്പത്തെ നിയമം അനുസരിച്ച് ഒരു വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കുന്നതിന് ഈ കാലഹരണ നിയമം ബാധകമായിരുന്നില്ല. നമ്മുടെ ഒരു സ്വകാര്യ വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അന്യകൈവശത്തിൽ പോയാൽ അത് തിരിച്ചു പിടിക്കുന്നതിന് 12 വർഷത്തിൻ്റെ ഒരു കാലാവധിയുണ്ട് ലിമിറ്റേഷൻ ആക്ടിൽ. അത്തരം കാര്യങ്ങളൊന്നും ഒരു വഖഫ് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഒരു പബ്ലിക് ഗുഡിന് വേണ്ടി ശാശ്വതമായി വെച്ച ഒരു വസ്തു അന്യകൈവശം പോയാൽ അത് തിരിച്ചു പിടിക്കുന്നതിന് ഈ കാലഹരണ നിയമം ബാധകമല്ല എന്നായിരുന്നു നിലവിലെ നിയമത്തിലെ വ്യവസ്ഥ. പക്ഷെ ആ വ്യവസ്ഥയും എടുത്തു കളഞ്ഞു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് വഖഫ് യൂസർ ഒഴിവാക്കുന്നു, ട്രസ്റ്റുകളെയും സൊസൈറ്റികളെയും ഒഴിവാക്കുന്നു, രജിസ്ട്രേഷൻ അങ്ങേയറ്റം പ്രയാസകരമാക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് വഖഫിനെ നന്നാക്കാനാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വഖഫ് ചെയ്യുന്നവനെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ് ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ 22 കാരറ്റ് മുസ്ലിമാണ് എന്ന് മനസ്സിലാകണം ഞങ്ങൾക്ക്. അത് മനസ്സിലാകണമെങ്കിൽ അയാളുടെ കഴിഞ്ഞ 5 വർഷത്തെ ജീവിതം പരിശോധിക്കണം, അയാളുടെ നടപ്പും എടുപ്പും പരിശോധിക്കണം, അയാൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇസ്ലാമിനെ എന്ന് പരിശോധിക്കണം. അങ്ങനെ അയാൾ 22 കാരറ്റ് മുസ്ലിം ആണെന്ന് പരിശോധിച്ചാൽ മാത്രമേ അയാൾ പണിയെടുത്തുണ്ടാക്കിയ അയാളുടെ വസ്തു അയാൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കൂ എന്നാണ് ഈ നിയമം ഒരു വശത്ത് പറയുന്നത്. എന്നാൽ മറുവശത്ത് ഈ വസ്തുവിൻ്റെ മേൽനോട്ടാധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത, ഈ 22 കാരറ്റ് പോയിട്ട് പേരിന് പോലും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കാണ് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും. അപ്പോൾ ഇതൊന്നും സതുദ്ദേശപരമല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളെ ഇതിൻ്റെ മേൽനോട്ടാധികാരത്തിൽ നിന്ന് ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്നത് നിയമത്തിലെ വ്യവസ്ഥയാണ്. ഇത് മുസ്ലിങ്ങൾക്കുള്ളൊരു പ്രത്യേക ആനുകൂല്യമോ പ്രീണനമോ ഒന്നുമല്ല. കാരണം ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് നിയമം, ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ നിലപാട്. കാരണം അതാണ് അതിലെ നീതിയും മര്യാദയും. കാരണം ഏതൊരു വിഭാഗത്തിൻ്റെയും വസ്തുവകകൾ അവരുടെ മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി പരിപാലിക്കപ്പെടണമെങ്കിൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധമുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് നീതിയുടെ ഒരു പ്രാഥമികമായ തേട്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇക്കാലം അത്രയും, ഈ സ്വതന്ത്ര ഇന്ത്യയും അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയും ഒക്കെ ആ രീതിയിൽ കാര്യങ്ങൾ നോക്കി നടന്നത്. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നോക്കൂ, ബോർഡിൽ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ മുസ്ലിം മെമ്പർമാരാണ്. 2, അവരിൽ ഭൂരിഭാഗവും ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അത് MLA-മാരിൽ നിന്ന് വരാം, MP-മാരിൽ നിന്ന് വരാം, ബാർ കൗൺസിൽ മെമ്പർമാരിൽ നിന്ന് വരാം. അവിടെയൊക്കെ അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നയാൾ. എന്നാൽ നിലവിലെ ഈ ഭേദഗതിയിലൂടെ ആ ജനാധിപത്യ വ്യവസ്ഥ പാടെ ഒഴിവാക്കി നോമിനേഷനാക്കി. മുഴുവൻ മെമ്പർമാരെയും ഇനി നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. 11 മെമ്പർമാരാണ് ഒരു ബോർഡിൽ ഉണ്ടാവേണ്ടത്. അതിൽ നിർബന്ധമായും 2 അമുസ്ലിങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. വേറെ മുസ്ലിങ്ങളായി വരേണ്ടത് 4 പേരാണ്. എന്ന് പറഞ്ഞാൽ 11 പേരിൽ 4 പേരൊഴിച്ചാൽ 7 പേരും വേണമെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്നല്ലാത്തവരാകാം. അതിനുള്ള എല്ലാ ലൂപ്പുകളും ഈ പറയുന്ന നിയമത്തിലുണ്ട്.
അത് MLA-മാരിൽ നിന്നും MP-മാരിൽ നിന്നും ഒക്കെ അങ്ങനെ സംഭവിക്കാം. മുസ്ലിങ്ങളിൽ നിന്ന് വരണം എന്ന് പറയുന്നത് മുത്തവല്ലിമാരുടെ ഒരു പ്രതിനിധി, പിന്നെ ഒരു പണ്ഡിതൻ, പിന്നെ 2 സ്ത്രീകൾ. ഈ 4 പേരിൽ 2 പേര് ഈ പറയുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നുള്ളവരായിരിക്കണം. ഹയർ സ്ട്രാറ്റയിൽ നിന്നുള്ള MP, MLA അത്തരം ആളുകളിലൊന്നും മുസ്ലിങ്ങളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബാർ കൗൺസിൽ മെമ്പർക്ക് ഇനി അങ്ങോട്ട് അവരെ നോമിനേറ്റ് ചെയ്യാൻ വകുപ്പുമില്ല. എന്തായാലും അപ്പോൾ ഈ രീതിയിലാണ് പുതിയ ബോർഡിന്റെ ഘടന വരുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായും മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിന്റെ മേൽനോട്ടാധികാരം പൂർണ്ണമായും ഏൽപ്പിക്കുന്നത് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെയാണ്. ഇതും സതുദ്ദേശപരമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആര് ഭരിക്കുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പൊതുവെ ഈ ന്യൂനപക്ഷങ്ങളുള്ള നിലപാടെന്താണ് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും അവർ നോമിനേറ്റ് ചെയ്യുന്ന ബോർഡിൽ ഈ പറയുന്ന ആ നിർബന്ധമായും വരേണ്ട മുസ്ലിങ്ങളുടെ നോമിനേഷൻ പോലും നടക്കുമെന്നറിയില്ല. നടന്നാൽ തന്നെ ഭൂരിഭാഗം ആളുകളും മറ്റു സമുദായത്തിൽ നിന്നായിരിക്കും. ഇത് മറ്റല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വന്നത്, നിങ്ങൾ ഹിന്ദു റിലീജിയസ് എൻഡോമെന്റുകളുടെ കാര്യത്തിൽ അവിടെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലിന് വായടഞ്ഞു പോകുന്നത് ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണല്ലോ ഇത്. ഇതും പ്രത്യക്ഷത്തിൽ തന്നെ അനീതിയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഭരണഘടന, നമ്മൾ ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ ഓരോ പൗരനും അയാളുടെ മതം അനുഷ്ഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അത് പ്രചരിപ്പിക്കാൻ, അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ആർജിക്കാൻ, ആ വസ്തുക്കൾ മാനേജ് ചെയ്യാൻ, ഇതിനെല്ലാമുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ആ ഉറപ്പ് നൽകുന്ന കാര്യത്തിലാണ് നമ്മുടെ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വസ്തുവകൾ, അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വസ്തുവകൾ മാനേജ് ചെയ്യാനുള്ള അവരുടെ അവകാശം ഉണ്ടായിരിക്കെ, വേണ്ട അത് നിങ്ങൾ മാനേജ് ചെയ്യേണ്ട, ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതും സതുദ്ദേശപരമല്ല എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി. ഇനി നമുക്ക് വീണ്ടും ആ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഈ പള്ളി ഭാരവാഹികൾ, വഖഫിന്റെ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു വകുപ്പാണത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ നടപടികളോ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളോ അത്ര നന്നായി പോകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ധാരാളം കയ്യേറ്റങ്ങൾ അവിടെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ പൊതുവെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പോടെ കൂടിയാണ് നമ്മുടെ ഇത്തരം മഹല്ല് സംവിധാനങ്ങളായാലും ജമാഅത്ത് സംവിധാനങ്ങളായാലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത സംഘടനകൾക്കൊക്കെ തന്നെ അതിനുള്ള ഒരു വ്യവസ്ഥാപിതത്വം ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ശതമാനം വഖഫുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വഖഫുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രജിസ്ട്രേഷൻ നടപടികളിൽ മായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സംഗതി, ഒരു വഖഫ് ആക്ടിന്റെ 36(10) എന്നുള്ളൊരു പുതിയ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വകുപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം ആരംഭിച്ച് ഈ 2025 നിയമം ഇപ്പം നിലവിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ 5-ാം തീയതി അത് നിലവിൽ വന്നു. ഈ നിലവിൽ വന്ന് 6 മാസത്തിനകം ഈ രജിസ്റ്റർ ചെയ്യാത്ത വഖഫുകളുടെ കാര്യത്തിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഒരു കോടതിയിലും ഒരു അന്യായം കൊടുക്കാനോ അപ്പീൽ കൊടുക്കാനോ വാദം നടത്താനോ അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനോ ഒരു കോടതിക്കും അധികാരമില്ല എന്നുള്ള ഒരു വകുപ്പ് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തുകൂടി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വലിയൊരു വിപത്ത് എഴുതി വെക്കുന്നു. മറുവശത്ത് രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വഖഫുകൾ പോലും അവർ പോലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വിതിൻ 6 months ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടൽ ആൻഡ് ഡാറ്റാബേസ് അതിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുള്ള അവിടെ കൊടുക്കേണ്ട വിവരങ്ങൾ എന്താണ് എന്നുള്ളതിന് ഈ പുതിയ നിയമത്തിൽ ഒരു 3B എന്ന് പറഞ്ഞ ഒരു 3B എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വകുപ്പ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ആ വകുപ്പിൽ ആവശ്യപ്പെടുന്നത് ഒന്ന്, ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ തന്നെ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ക്രിയേറ്റർ ഓഫ് ദി വഖഫ് എന്നാണ്.
ഈ വഖഫിനെ ആരംഭിച്ച ആളുടെ പേരും അഡ്രസ്സും എന്നുള്ളതാണ്. ഇത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള വഖഫുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വിവരം നൽകാനേ കഴിയില്ല. ആ വിവരം നൽകിയില്ലെങ്കിൽ ഡാറ്റ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി സംഭവിക്കുകയുമില്ല. എന്നിട്ടോ ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എന്താ, 6 മാസത്തിനകം ഇതൊന്നും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത്തരം വഖഫുകളുടെ യാതൊരു അവകാശവും സംരക്ഷിക്കാൻ രാജ്യത്തെ കോടതികൾക്ക് മുമ്പിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ തന്നെ അവസരമില്ല എന്ന് പറയുന്നു. വേറെയും വകുപ്പുണ്ട്. ഇത് സമയത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ മുത്തവല്ലിയെ 6 മാസം വേണമെങ്കിൽ തടവിനും 1 ലക്ഷം രൂപ വരെ പിഴ വരുന്ന ഫൈനും ഈടാക്കാവുന്ന സെക്ഷൻ 61 അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വശത്തുകൂടിയും ഈ രജിസ്ട്രേഷൻ ഒരു വശത്ത് കമ്പൽസറി ആക്കുന്നു, അത് വേഗത്തിൽ ചെയ്യേണ്ടതാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് വഖഫ് ബോർഡ് ചെയ്യാമായിരുന്ന കാര്യത്തിന് ഇപ്പോൾ വഖഫ് ബോർഡിന് അതിനകത്തുള്ള ഏക പവർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അവിടെ വാങ്ങിവെക്കാനും അത് കളക്ടർക്ക് റെഫർ ചെയ്യണം എന്നാണ്. അതിൽ ബോർഡിന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല, അന്വേഷണം നടത്താൻ സാധിക്കില്ല. മറിച്ച് പുതുതായി രജിസ്റ്റർ ചെയ്യാൻ കിട്ടുന്ന അപേക്ഷ കളക്ടർക്ക് റെഫർ ചെയ്യുകയും കളക്ടറാണ് അതിൻ്റെ ജെന്യുവിനെസ് അന്വേഷിക്കേണ്ടതും അതിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഇതൊരു ഗവൺമെൻറ് ഭൂമിയാണ് എന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും തർക്കങ്ങളിൽപ്പെട്ടതാണെന്നോ ഈ കളക്ടർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ തന്നെ നടക്കില്ല എന്നുള്ളതാണ് ഒരു സംഗതി. മറ്റൊന്ന്, ഈ 3C എന്ന് പറയുന്ന വകുപ്പിലൂടെ വരുത്തിയിട്ടുള്ളത് ഈ ഗവൺമെൻറ് ലാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് ലാൻഡാണ് എന്നുള്ളൊരു തർക്കം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ തർക്കം ഉന്നയിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അത് വഖഫായി ട്രീറ്റ് ചെയ്യില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയിലും 2 കക്ഷികൾക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ ആ തർക്കം ആരംഭിക്കുമ്പോൾ തന്നെ ഒരാളുടെ തർക്കം ശരിയും മറ്റേ ആളുടേത് ഇനി അങ്ങോട്ട് തൻ്റെ വാദം പോലും പരിഗണിക്കില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം അനീതിപരമായിട്ടുള്ളൊരു വകുപ്പാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിൽ പോലും നാടുവാഴികൾ അല്ലെങ്കിൽ പിന്നീട് സർക്കാർ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ സർക്കാർ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ തന്നെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ലാൻഡ് ഉണ്ടാവാം. അതിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കാലം വഖഫായി ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നാലും തർക്കം ഉന്നയിക്കുന്നിടം മുതൽ ഇനി അത് വഖഫേ അല്ല, അതിൻ്റേതല്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഈ നിയമം ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡൽഹിയിലെ അന്തർദ യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ മറ്റേ അലിഗഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ വഖഫിൻ്റെ കൂടി ബലത്തിൽ വർക്ക് ചെയ്യപ്പെടുന്നതാണ്. അവിടെയൊക്കെ തന്നെ ഗവൺമെൻറ് സഹായത്തിലുമൊക്കെ പലതും വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നാട്ടിൽ നിരവധി ഇതിൻ്റെയൊക്കെ പ്രയോജനം സമൂഹത്തിന് മൊത്തത്തിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യവസ്ഥയെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 6 ലക്ഷം ഏക്കർ ഭൂമി വഖഫായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വലിയൊരു ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ ഒരു ജീവനാഡി എന്ന് വിളിക്കാവുന്ന അവരുടെ സാമ്പത്തിക സ്രോതസ്സിൽ ആ സമുദായത്തെയും സമൂഹത്തെ മൊത്തത്തിൽ തന്നെയും ശാക്തീകരിക്കേണ്ട ഒരു സാമ്പത്തിക സ്രോതസ്സിൽ കടന്നു പിടിക്കുകയും അതിനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഈ മാതിരി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, രേഖകൾ ഉള്ളതുകൊണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു കോടതിയിലും ഒരു റൈറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതിനെ തീർത്തും അരാജകത്വത്തിലേക്ക് നയിക്കുകയാണല്ലോ. അതായത് നിയമത്തിൻ്റെ ഘടനയിൽ നിന്ന് പുറത്താക്കി, എന്നാൽ മറ്റൊന്നിൻ്റെയും അകത്താക്കിയില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തർക്കങ്ങൾക്കും ആർക്കും മേഞ്ഞു കയറി എന്തുതരം തർക്കങ്ങളും ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ രജിസ്ട്രേഷൻ നടപടികൾ ഈ മട്ടിലാക്കിയതിലൂടെ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രയോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ, ഈ വഖഫ് ബൈ യൂസർ. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരുപാട് പള്ളികളിലെ പിന്നിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പലതിനും രേഖകൾ ഉണ്ടാവില്ല. സമീപകാലത്താണ് നമ്മുടെ പല പള്ളികളും ഇനി നമുക്ക് രേഖകൾ വേണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നതും. അവിടെ വാസ്തവത്തിൽ നമുക്ക് ചെയ്യാവുന്നത് പല ഈ എന്താ പറയുക,
ലാൻഡ് ട്രിബ്യൂണലിൽ ബന്ധപ്പെട്ട് പട്ടയം വാങ്ങുന്ന സിസ്റ്റം പല പല പള്ളികളിലെയും വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം കുറെ പുറകോട്ട് പോയാൽ ഒരു ജന്മിയും അതും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പട്ടയം വാങ്ങാവുന്ന ചില സാഹചര്യങ്ങൾ, എല്ലാത്തിലും നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പലതിലും അങ്ങനെ സാധിക്കും നമുക്ക്. അത്തരത്തിൽ ഒരു പട്ടയമെങ്കിലും ഒരു രേഖയായി ഉണ്ടാക്കി വെക്കേണ്ട സാഹചര്യം നമുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും രേഖകൾ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യുന്നതിന്. അത് പക്ഷെ വലിയൊരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇനി നമ്മൾ ആരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് രേഖകൾ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു രജിസ്റ്റർ ഓഫീസിൽ ഒരു 75 കൊല്ലം മുമ്പുള്ള ഒരു രേഖയുടെ സർട്ടിഫൈഡ് കോപ്പിക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന മറുപടി പൊടിഞ്ഞുപോയി എന്നായിരിക്കും. അല്ലാതെ ആ രേഖയുടെ സർട്ടിഫൈഡ് കോപ്പി തരാൻ പലപ്പോഴും നമ്മുടെ രജിസ്റ്റർ ഓഫീസുകൾക്ക് സാധിക്കില്ല. കാരണം അവിടെ പോലും അവരുടെ റെക്കോർഡുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 150, 200, 250 വർഷം പഴക്കമുള്ള വഖഫുകളുടെ കാര്യത്തിൽ രേഖ അന്വേഷിച്ചു പോയാൽ എന്ത് സാധിക്കാനാണ്? അതുകൊണ്ടാണ് സുപ്രീം കോടതി ഗവൺമെന്റിനോട് ചോദിച്ചത്, ഇതെങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾ ചരിത്രം തിരുത്തി എഴുതാൻ ആണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതിനൊക്കെ രേഖകൾ അന്വേഷിച്ചു പോയാൽ ആർക്ക് എന്ത് രേഖയാണ് തരാൻ കഴിയുക എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൽ ഇടപെടുക എന്നുള്ളത് അങ്ങേയറ്റം എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ അങ്ങേയറ്റം അനീതിപരമാണ് എന്ന് സുപ്രീം കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ മുത്തവല്ലിമാരൊക്കെ ഇനി അങ്ങോട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിലവിൽ ഈ വഖഫിന്റെ കണക്കുകൾ ഓഡിറ്റിംഗ് ആവശ്യമായി വന്നാൽ ചെയ്യുന്നത് വഖഫ് ബോർഡിന്റെ എംപാനൽഡ് ഓഡിറ്റേഴ്സാണ്. അവരുടെ ഓഡിറ്റേഴ്സിനെ അയക്കുകയും അങ്ങനെ ഓഡിറ്റ് ചെയ്യും. അതിന്മേൽ ഒരു നടപടി ആവശ്യമായി വന്നാൽ നടപടി എടുക്കുന്നതൊക്കെ വഖഫ് ബോർഡുമാണ്. ഇനി അങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ്, ഈ നിയമത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വഖഫിന് മേലെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു പോർട്ടലിലൂടെ മാത്രമാണ് നടക്കുക, ഒരു ഡാറ്റാബേസിലൂടെയും. മറുവശത്ത് ഇതിന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ ഏതൊരു വഖഫിന്റെ അക്കൗണ്ടും കേന്ദ്ര ഗവൺമെന്റിന് ഓഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വകുപ്പ് കൂടി ഇതിനകത്ത് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുത്തവല്ലിമാരുടെ ഇപ്പം നിലവിൽ ഒരു മുത്തവല്ലിയെ റിമൂവ് ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമായിട്ടൊരു പണിയാണ്. കാരണം അതിനുള്ള ഗ്രൗണ്ട്സ്, നിയമം പറയുന്ന കാരണങ്ങൾ ബോർഡ് മുമ്പാകെ തെളിയിച്ചാലാണ് ഒരു ബോർഡിന് ഒരു മുത്തവല്ലിയെ റിമൂവ് ചെയ്യാൻ കഴിയുക. അതിൽ നിലവിലെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽ ഒരു കാരണം മനഃപൂർവ്വമായി 2 വർഷം കണ്ടിന്യൂസ് ആയി കണക്ക് കൊടുക്കാതിരുന്നാൽ അതും ഒരു കാരണമാണ്. ആ 2 വർഷം എന്നുള്ളത് 1 വർഷമാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ വർഷവും കൃത്യമായി കണക്കുകൾ കൊടുത്തില്ലെങ്കിൽ അത് മുത്തവല്ലിയെ നീക്കം ചെയ്യാനുള്ള ഒരു കാരണമായി വെച്ചിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരാൻ പോകുന്ന ബോർഡിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. അത്തരത്തിലൊരു ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ബോർഡിന് ഏതൊരു മുത്തവല്ലിയെയും പുറത്താക്കാൻ ഇത്തരത്തിലുള്ള ഒരു നിസ്സാരമായ കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നടപടിയെടുക്കാം. എന്നിട്ടോ സെക്ഷൻ 63 എന്ന് പറയുന്ന ഒരു മുത്തവല്ലിയെ റിമൂവ് ചെയ്താൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ വെക്കാനുള്ള അവകാശം അതിപ്പോഴും ബോർഡിൽ തന്നെ നിക്ഷിപ്തമാണ്. സ്വാഭാവികമായും അങ്ങനെ മാറ്റപ്പെടുന്ന സ്ഥാനത്തേക്ക് അവർക്ക് തോന്നിയ ആളുകളെ, അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ബോർഡ്, ഏതാണോ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നോമിനേറ്റഡ് മെമ്പേഴ്സ് മാത്രമുള്ളൊരു ബോർഡ് ഇത്രയുള്ള ഈ രീതിയിലുള്ള അധികാരങ്ങൾ കൊടുത്ത ശേഷം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അവർക്ക് തോന്നിയ ആളുകളെ കൊണ്ടുവരാം. അപ്പോൾ ഈ കണക്കുകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ സൂക്ഷ്മത വേണ്ടി വരുന്നു എന്നുള്ളതും നമ്മൾ ഈ മുത്തവല്ലിമാരുടെ ഭാഗത്തു നിന്നുള്ള ഉള്ളവർ കൂടുതൽ അതിനകത്ത് ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന്റെ മറ്റു വകുപ്പുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പബ്ലിക്കിന് ഇതിന്റെ ഒരു മൊത്തത്തിൽ നോക്കിയാൽ
മറ്റുള്ളവർക്ക് ഈ വഖഫുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത ആളുകൾക്ക് പലവിധ തർക്കങ്ങൾ ഉന്നയിക്കാനും വഖഫിന്റെ പ്രവർത്തനത്തെ ഒരു സ്തംഭനാവസ്ഥയിൽ കൊണ്ടുവരുവാനും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുക്കളെ പൂർണ്ണമായും നിശ്ചലമാക്കി ഇടാനും കഴിയുന്ന ഒരുപാട് വകുപ്പുകൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 69 എന്ന് പറയുന്നത് ഒരു സ്കീം ഉണ്ടാക്കാനുള്ള പ്രൊവിഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വഖഫിനെ സംബന്ധിച്ചിടത്തോളം ആ വഖഫ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്കീം ഉണ്ടാക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് നിലവിൽ നൽകിയിട്ടുണ്ട്. അത് നിലവിൽ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട വഖഫിൻ്റെ അംഗങ്ങളിൽ നിന്ന്, ബെനിഫിഷ്യറീസിൽ നിന്നൊക്കെ അതിൻ്റെ ഒബ്ജക്ഷൻസ് കോൾഫർ ചെയ്യാനൊക്കെ അതിനകത്ത് വകുപ്പുണ്ട്. ആ വകുപ്പുണ്ടായിരിക്കെ തന്നെ ഇപ്പോൾ ഈ മാറ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചെറിയൊരു വാക്ക് എന്ന് പറയുന്നത് ഫ്രം ജനറൽ പബ്ലിക് ഓൾസോ. അതായത് ഒരു വഖഫിന് ഒരു നിയമാവലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒബ്ജക്ഷൻസ് കോൾ ഫോർ ചെയ്യേണ്ടത് അതുമായി, ഇപ്പോൾ ഒരു ജമാഅത്തിൻ്റെ കാര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അതിൻ്റെ ആക്ഷേപങ്ങൾ ക്ഷണിക്കാം, നിർദ്ദേശങ്ങൾ ക്ഷണിക്കാം എന്ന് പറയുന്നിടത്ത് ജനറൽ പബ്ലിക്കിൽ നിന്നും എന്നൊരു വാക്ക് എഴുതി ചേർത്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഏതൊരാൾക്കും കയറി ഇതിലൊക്കെ അഭിപ്രായം പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ ഒരു സാഹചര്യം ഇതിനകത്ത് ഞാൻ ഒരല്പം വെള്ളം കുടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരെ ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതി, നിലവിലെ ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു മതകോടതിയാണ്. അവിടെ ഇവർ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്നാലോ മറ്റുള്ളവരുടെ തർക്കങ്ങളും അവിടെ വരുന്നു, പക്ഷെ അത് ഇവർ തന്നെ തീരുമാനമെടുക്കുന്നു. അതിനാകട്ടെ അപ്പീലും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, ലോക്സഭയിൽ ഉൾപ്പെടെ പറഞ്ഞത് ഈ അപ്പീൽ ഇല്ല എന്നുള്ള ഏറ്റവും വലിയ അനീതി, അതായത് വഖഫ് ട്രിബ്യൂണലാണ് പരമാധികാരി, അതിന് മീതെ അപ്പീലില്ല എന്നുള്ള ഏറ്റവും വലിയ അനീതി ഞങ്ങൾ ഇതിലൂടെ തുടച്ചു നീക്കുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ ക്ലെയിം പൊതുവെ പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അതായത് കേരളത്തിൽ 1995 നിയമത്തിലൂടെയാണ് ഈ ട്രിബ്യൂണൽ വരുന്നത്. കേരളത്തിൽ ട്രിബ്യൂണൽ ആരംഭിക്കുന്നത് 2001 ആ 2001 എറണാകുളത്തും കൊല്ലത്തും കോഴിക്കോടുമാണ് ട്രിബ്യൂണൽ ആരംഭിക്കുന്നത്. എറണാകുളത്ത് ട്രിബ്യൂണൽ ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അവിടെ വഖഫ് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി വരുന്നുണ്ട്. ഈ ഏതാണ്ട് ഒരു 25 കൊല്ലമാകുന്ന ഈ കാലയളവിനുള്ളിൽ കേരളത്തിൽ വന്ന ട്രിബ്യൂണലുകളിൽ എൻ്റെ അറിവിൽ 2 മുസ്ലിം ജഡ്ജസേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന അഭിമന്യരായ മറ്റ് ജഡ്ജസാണ്. അവർ നിയമം നോക്കി തീരുമാനമെടുക്കും. മാത്രമല്ല അവിടെ ഈ 2 മെമ്പർമാർ, മുസ്ലിങ്ങളായ 2 മെമ്പർമാരുണ്ട്. ഒരാൾ ഇസ്ലാമിക നിയമത്തിൽ നോളജ് ഉള്ളയാളും മറ്റൊരാൾ ഈ സർക്കാർ സർവീസിൽ വരുന്നയാളും. എന്നാൽ ഇതിൻ്റെ ക്വാറം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുള്ളത് ജഡ്ജും ഒരു മെമ്പറും ചേർന്നതിനെയാണ് ക്വാറം എന്ന് വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ 2 മെമ്പർമാർക്ക് മാത്രമായി അവിടെ ഒരു എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അവർക്ക് മാത്രമായി അവിടെ ഏതെങ്കിലും കേസ് തീർപ്പാക്കി കളയാനോ ഒന്നും ഉള്ള യാതൊരു സാധ്യതയും അവിടെ ഇല്ല. ഈ ജഡ്ജിൻ്റെയും ഒരു മെമ്പറുടെയും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുക. അപ്പോൾ തീർത്തും തെറ്റായ ഒരു ആരോപണമാണ് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തുവാകട്ടെ, ഈ ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് പോലെ മുമ്പും ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാമായിരുന്നു. അതിനെ അപ്പീൽ എന്ന് വിളിക്കുന്നതിന് പകരം റിവിഷൻ എന്നാണ് വിളിക്കുക. അതിന് നിയമത്തിൻ്റെ രംഗത്ത് ചില അർത്ഥവ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണ ഇൻഇഫക്റ്റ് മുമ്പ് സംഭവിച്ചിരുന്നത് ട്രിബ്യൂണൽ പാസ്സാക്കുന്ന ഒരു വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാം, ഹൈക്കോടതി അതിൽ പാസ്സാക്കുന്ന വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാം. ഇതാണ് ഇന്നലെ വരെ നടന്നിരുന്നത്. നാളെയും നടക്കാൻ പോകുന്ന അത്രയും മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം നാളെയും അപ്പീൽ, റിവിഷൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അപ്പീൽ എന്ന് പറയും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് മന്ത്രിക്ക് വരെ പറയേണ്ടി വരുന്നത്, ഈ നിങ്ങൾ പ്രത്യേകിച്ച് മുനമ്പംകാരോടൊക്കെ മന്ത്രി പറഞ്ഞ് നിങ്ങൾ ഇനിയും ഒരുപാട് വ്യവഹാരം നടത്തണം, അപ്പീലിനുള്ള അവകാശം നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷെ വ്യവഹാരം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് പഴയ അവസ്ഥയിൽ നിന്ന് ആ കാര്യത്തിലൊന്നും യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല.
പക്ഷേ ഈ മുൻപ് ട്രിബ്യൂണലിന് ചില കാര്യങ്ങൾ വഖഫ് ബോർഡ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ സ്റ്റേ ചെയ്യാൻ പാടില്ലായിരുന്നു ട്രിബ്യൂണലിന്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ജമാഅത്തിന്റെ ഒരു നിയമാവലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യാം, ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം. പക്ഷേ അതിൽ സ്റ്റേ കൊടുക്കാനുള്ള അധികാരം ട്രിബ്യൂണലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വകുപ്പൊക്കെ ഇപ്പോൾ നീക്കിക്കളഞ്ഞു. ഏതൊരു വ്യവഹാരത്തെയും മാക്സിമം നിയമക്കുരുക്കുകളിൽ പെടുത്തിയിടാനും അതിൻ്റെ മുന്നോട്ടുള്ള ചലനം തടുത്തു നിർത്താൻ കഴിയുന്ന രീതിയിൽ ഉള്ള അധികാരങ്ങൾ ട്രിബ്യൂണലിന് ആ അർത്ഥത്തിൽ കൊടുക്കുകയാണ് പുതിയ മാറ്റങ്ങളിലൂടെ. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ 5:22 ഈ സമയം. ഒരു പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇനി ചോദ്യങ്ങളാവാമെന്ന് എനിക്ക് തോന്നുന്നു ഷെയർ സാർ. അല്ലെങ്കിൽ അതായിരിക്കും, അത്തരത്തിലുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെയല്ല, വളരെ വിശദമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞ ചെറിയ സമയമാണ് ഉള്ളൂ. കാരണം നമ്മൾ വൈകുന്നേരമാണ്, എല്ലാവർക്കും തിരക്കും കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇതിനെ പറ്റിയൊരു അവബോധം ഉണ്ടാവുന്നില്ല. ഒരു വളരെ സന്തോഷമുള്ള കാര്യം, 2 ദിവസം ഇപ്പം ഇന്നലെ സുപ്രീം കോടതിയുള്ള ആ ഒരു 2 വിധികൾ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രതീക്ഷയൊക്കെ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് വിഷയം ഉണ്ടാവുക എന്നുള്ളതും, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിട്ടുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ കൈ റേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചോദിക്കാവുന്നേ, സംശയം ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് അദ്ദേഹം മറുപടി വരുന്നതായിരിക്കും. ഹലോ ഹലോ പറയൂ. അഡ്വക്കേറ്റ് സാറേ, പിന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മുനമ്പം വിഷയം, അതാണ് ഇപ്പം കത്തി നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഈ ഭേദഗതി നടത്തിയ ഈ പുതിയ ബില്ലുണ്ടല്ലോ, അപ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുനമ്പത്തെ ബാധിക്കുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ മുനമ്പത്തെ വിഷയം മുന്നേ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി ഏതോ ഒരു വക്കീൽ മുഖേന അത് ക്രയവിക്രയം നടത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കയ്യിലായി എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ കുറ്റക്കാരാരാണ്? അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ നിയമപ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എങ്ങനെ അത് ഒഫീഷ്യലായിട്ട് ലീഗലായിട്ട് അത് ട്രാൻസ്ഫർ നടന്നു? അത് വഖഫ് പ്രോപ്പർട്ടി വേറൊരു ഓണർഷിപ്പിലേക്ക് ഇങ്ങനെ മാറിക്കഴിഞ്ഞു. വേറെ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നുണ്ട്, ഈ റിസോർട്ട് മാഫിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ പേരിലേക്ക് എങ്ങനെ മാറിക്കഴിഞ്ഞു? അപ്പൊ ആ വക്കീലിനും ഇതില് പിന്നെ അങ്ങനെ നമുക്ക് എന്താ പറയാ, കേസുമായിട്ട് ബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? പരിമിതമായ അറിവ് വെച്ചിട്ട് പറയുന്നതാണ്, തിരുത്തണം. ഈ മുനമ്പം വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമുണ്ട്. എനിക്ക് നമ്മുടെ സമയം അധികം അതിനുവേണ്ടി കളയണം എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിൽ സംഭവിച്ചിട്ടുള്ളത്, ഫറൂഖ് കോളേജിന്റെ പവർ ഓഫ് അറ്റോർണി ആയിരുന്ന ഒരു ലോയർ അവരുടെ പവർ ഓഫ് അറ്റോർണി എന്നുള്ള നിലക്ക് ഈ സ്ഥലങ്ങൾ വിറ്റു എന്നുള്ളതാണ് അതിൻ്റെ രേഖകൾ കൊണ്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ആ വസ്തു നൽകിയ വഖഫ് ബോർഡിന് നൽകുന്ന ആധാരത്തിൽ അത് വഖഫ് ആധാരം എന്നുള്ള പ്രയോഗവുമുണ്ട്. മാത്രമല്ല, ചില കോടതികളിലെ പറവൂർ കോടതിയിൽ നിന്ന് നടന്ന ചില പരാമർശങ്ങളിലും അത് വഖഫ് വസ്തുവാണ് എന്നുള്ള പരാമർശങ്ങളുണ്ട്. അവസാനമായി അത് തീരുമാനമെടുക്കേണ്ട വഖഫ് ബോർഡും അതിനെ വഖഫ് വസ്തുവായി കാണുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പല ആധാരങ്ങൾ കൈമറിഞ്ഞു വരുന്ന ആളുകൾ ഇതിൻ്റെ മുന്നാധാരങ്ങളൊന്നും കൃത്യമായി പരിശോധിക്കാതെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതും അതാണ്. ഇത് സർ തീർത്തും ഒരു വസ്തു തർക്കമാണ്. അതായത് വസ്തു കൊടുത്തയാൾക്ക് കൊടുക്കാൻ അധികാരമുണ്ടോ ഇല്ലേ, അധികാരമില്ലാത്ത ആളാണോ കൊടുത്തത്. ഇത് നാട്ടിൽ ധാരാളം സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. എറണാകുളത്ത് കർദിനാൾ ആലഞ്ചേരി ബഹുമാന്യനായ ഒരു സഭാപിതാവിൽ നിന്ന് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ചൊരു കേസ് നടക്കുന്നുണ്ട്. അവിടെ ആ കേസ് കൊടുത്ത ആളുകളുടെ പരാതി കാനൻ നിയമത്തിലെ സഭാപിതാക്കൾക്കുള്ള അധികാരത്തിനെയും അപ്പുറം മറികടന്നുകൊണ്ട് ചെയ്തതാണത്. അതുകൊണ്ട് ആ ചെയ്തത് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കുരുക്കിൽപ്പെട്ടു, ഒരു വ്യവഹാരത്തിൽ ചെന്നുപെടാൻ ഇടവന്നു. എന്നതുപോലെ ഇപ്പുറത്ത് വഖഫ് ആയ ഒരു വസ്തു കൊടുക്കാൻ അധികാരമില്ലാത്ത ആളുകൾ കൊടുത്തു എന്നുള്ള ഒരു കാര്യത്തിൽ ചെന്നുപോയി മേടിച്ചു, അതും ഒരു നിയമക്കുരുക്കിൽപ്പെട്ടു. ഇത് രണ്ടും നാട്ടിൽ ധാരാളമായി നടക്കുന്നതാണ്. കാരണം നിയമത്തിൽ ബയർ ബിവയർ എന്നാ പറയുക, വാങ്ങാൻ പോകുന്നവൻ സൂക്ഷിക്കണം, അവനാണ് ആധാരങ്ങൾ പരിശോധിക്കേണ്ടത്. അത് സാധാരണ എഴുത്തുകാരനെ കൊണ്ട് നോക്കിയാൽ പറ്റില്ലെങ്കിൽ മറ്റ് നിയമജ്ഞരെ കൊണ്ട് നോക്കണം. അങ്ങനെ വാങ്ങിയില്ലെങ്കിൽ കുരുക്കിൽ ചെന്നുപെടും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ
വഖഫിലേക്ക് ബന്ധപ്പെടുത്തിയാൽ നിലവിൽ അതൊരു രജിസ്റ്റേർഡ് പ്രോപ്പർട്ടിയാണ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ്. അത്തരം വസ്തു ഒരു വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ് എന്നാണ് പറയുക. അത് ആധാരകാലം മുതൽക്ക് തന്നെ അതൊരു വഖഫാണ് എന്നാണ് വഖഫ് ബോർഡിന്റെ നിലപാട്. സ്വാഭാവികമായിട്ടും അതല്ലാന്ന് തെളിയിക്കാൻ മറ്റവർക്ക് കഴിഞ്ഞാൽ അവർ വിജയിക്കും. വഖഫ് ബോർഡിന്റെയും അതും ആ നിലപാട് പുലർത്തുന്ന ആളുകളുടെയും സ്റ്റാൻഡ് അതൊരു വഖഫാണെന്നുള്ളതാണ് സ്റ്റാൻഡ്. അതിപ്പോൾ ആരെ കുറ്റപ്പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അത് ചർച്ച ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. അതെ അതെ, മുനമ്പം വിഷയം ശരിക്കും എനിക്ക് തോന്നുന്നത് അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ആ ചോദ്യം വരുന്നുണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും ഒരു മിനിറ്റ്, ഫാറൂഖ് എന്ന ആളെ കൈവന്നിട്ടുണ്ട്. ഹലോ, അസ്സാം വലൈക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഒരു ചെറിയ സംശയം, ഈ ഇടക്കാല ഉത്തരവിനും കൂടി ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യോ? ഈ ഇടക്കാല ഉത്തരവിലൂടെ ഏതാണ്ട് ഇടക്കാല ഉത്തരവ് എന്ന് പറയുമ്പോഴും ഗവൺമെന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ സുപ്രീം കോടതി റെക്കോർഡ് ചെയ്തു. ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഇനി ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല, പുതിയ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നില്ല, നിലവിൽ വഖഫ് ബൈ യൂസർ ആയിട്ടുള്ള ഒന്നും ഞങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല എന്നിങ്ങനെ. അപ്പോൾ ഏതാണ്ട് തൽസ്ഥിതി നിലനിർത്താൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റുകളെ സുപ്രീം കോടതി മുഴുവൻ റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡ് ചെയ്യാന്നുള്ളതിന് പറഞ്ഞ അർത്ഥം ഇതിൽ മാറ്റം വരാൻ പാടില്ല, ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ എന്നാണ്. അപ്പം നിലവിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തൽസ്ഥിതി തുടരുന്ന ഒരു അവസ്ഥയാണ് സുപ്രീം കോടതി വിധിയോടുകൂടി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബുൾഡോസർ രാജ് പാടില്ല എന്ന് സുപ്രീം കോടതി പലവട്ടം പറഞ്ഞു. പക്ഷെ നമ്മൾ പത്രവാർത്തകളിലൂടെ പലതും കേൾക്കുന്നു. ഇതും ഇന്നിത് പറഞ്ഞതിന് ശേഷവും UP-യിൽ നിന്നുള്ളൊരു ന്യൂസ് പത്രത്തിൽ കിടപ്പുണ്ട്. അപ്പം നിയമം ഞങ്ങൾ പാലിക്കില്ല എന്ന് തീരുമാനിച്ചുറച്ച ഒരു തരം ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. അപ്പോൾ എന്തോ ആവട്ടെ, നമ്മളെപ്പോലെ നിയമവാഴ്ചയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, കോടതികളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ വിധി അങ്ങേയറ്റം സന്തോഷകരമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, ഒരു സംശയം. നമ്മളിപ്പോ ഈ മുനമ്പുമായിട്ട് ഡയറക്റ്റ് ബന്ധമല്ല, എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ വരുന്ന ഈ സെക്ഷൻ 2A എന്ന് പറഞ്ഞ ഈ അമെന്റ്മെന്റിലെ ഒരു വെർഷൻ, അത് നമ്മൾ ആക്ട് എടുത്ത് വായിക്കുമ്പോൾ അത് അത്ര അങ്ങോട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലേമാൻസ് ലാംഗ്വേജിലൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം പൊതുവെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ആ ഒരു വെർഷനാണ് അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചർച്ചകൾ കാണുന്നത്. പക്ഷെ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. എനിക്ക് തോന്നുന്നത് ഈ മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ കൂടുതൽ ചർച്ച ചെയ്യണം. വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. നമ്മളൊന്ന് ചോദിക്കട്ടെ, വഖഫുമായി ബന്ധപ്പെട്ടൊന്ന് ചോദിക്കട്ടെ? അല്ല, ഇത് വഖഫിന്റെ ഈ ആക്ടിൽ തന്നെ ഇപ്പൊ നിലവിലുള്ള ആക്ടിലെ കേസാണ് ഞാൻ ചോദിച്ചത്. അത് അതെ, അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിയമത്തിന്റെ ഭാഷ അങ്ങേയറ്റം വരേണ്ടതാണ്. ഞാൻ അതുകൊണ്ട് സെക്ഷനോ വകുപ്പോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നില്ല, പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു വളരെ കറക്റ്റാണ്. അതായത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ 2A വരുത്തിയതിലൂടെ മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ചില സോഷ്യൽ മീഡിയകളിൽ കുറേ ആളുകൾ പറഞ്ഞിരുന്നു. വേറെയും ആ രീതിയിലുള്ള വാദങ്ങളൊക്കെ വന്നിരുന്നു. അതിലൂടെ ഇപ്പോൾ നമുക്ക് ആർക്കായാലും മനസ്സിലാക്കുന്നതിൻ്റെ ചുരുക്കം ഇതാണ്. അതായത് ഏത് ജഡ്ജ്മെന്റുകളിലോ വിധികളിലോ ഉത്തരവുകളിലോ ഒക്കെ, ഏതെങ്കിലും കോടതിയുടെ ഏത് വിധികളിലോ ഉത്തരവുകളിലോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, ഒരു ട്രസ്റ്റായിട്ടുള്ള സംഗതികളെ ആ ട്രസ്റ്റിനെ എന്ത് പേര് തന്നെ വിളിച്ചിരുന്നാലും അത് ഈ നിയമം വരുന്നതിന് മുമ്പ് ആരംഭിച്ചതാവട്ടെ ശേഷം ആരംഭിച്ചതാവട്ടെ, അത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി, അതായത് ട്രസ്റ്റ് ആക്ടും സൊസൈറ്റീസ് ആക്ടും ഒക്കെ ബാധകമായിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, അതൊരു മുസ്ലിം ആരംഭിച്ചതാണെങ്കിൽ, ഈ പബ്ലിക് ചാരിറ്റീസ് ഉദ്ദേശിച്ച് ആരംഭിച്ചതാണെങ്കിൽ അതിന് ഈ നിയമം ബാധകമല്ല എന്നാണ്. അതെന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നതാണ് സെക്ഷൻ 2. ആർക്കൊക്കെ ബാധകമാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 2. അതിൽ ആർക്കൊക്കെ ബാധകമല്ല എന്ന് പറയുന്നതാണ് ഈ അനുബന്ധം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതുതായി ചേർത്ത അനുബന്ധം ബാധകമല്ലാത്തവരെ പറ്റി പറയാനുള്ളതാണ്. അത് മെയിൻലി ട്രസ്റ്റിനെ പറ്റി പറയാനുള്ളതാണ്. അത് ട്രസ്റ്റിനും സൊസൈറ്റീസിനും ഒക്കെ അത് ബാധകമാകും എന്നാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് പുതുതായി കണ്ടിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നിരവധി സംഘടനകളൊക്കെ ഇപ്പോൾ നിലവിൽ തന്നെ അവരുടെ പള്ളികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, വഖഫ് സ്ഥാപനങ്ങളൊക്കെ ഒരു ട്രസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും അതിൽ നിന്ന് പുറത്തു നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതായത് അവരുടെ ഒരു ട്രസ്റ്റ് ആക്ടിൻ്റെ കീഴിലോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിലോ വരുന്ന ഒരു സംരംഭമായി തുടരാനാണ് പൊതുവെ പലരും ആഗ്രഹിക്കുന്നത്. ഏതായാലും അത്തരക്കാർക്കും അത് ഗുണകരമാവുന്ന അവസ്ഥയിൽ ട്രസ്റ്റിനെയും സൊസൈറ്റീസിനെയും ഇതിൻ്റെ പെർവ്യൂവിൽ നിന്ന്, ഈ നിയമത്തിൻ്റെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് ഈ എക്സംഷനിൽ നിന്ന് നമുക്ക് ഒറ്റ വായനയിൽ മനസ്സിലാകുന്നത്. അത് പ്രയോഗിച്ചു വരുമ്പോഴാണ് അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കും. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ അഡ്വക്കേറ്റിനോട്? ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പിന്നെ നമ്മളിപ്പോ മുൻപൊക്കെ പറഞ്ഞു നമ്മള് നാട്ടിന്റെ ഒരു വിഷയമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞു. ഇപ്പൊ മദ്രസയും പള്ളിയൊക്കെ ചിലപ്പോൾ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് വരൂ. പിന്നെ ഈ ഖബർസ്ഥാനി ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പേ, ചിലപ്പോൾ 150 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതായിരിക്കും. ആ സമയത്ത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ അടിയാധാരവും കാര്യങ്ങളും രേഖകളൊന്നും ഇല്ലെങ്കിൽ അതിന്റെ ഭാവി എന്തായിരിക്കും? ഇത് നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഖബർസ്ഥാനെ അത് ബാധിക്കുവോ? അത് ട്രൈബ്യൂണലിലേക്ക് ഇതിലേക്ക് അത് പോവോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമായിരിക്കും. അതായത് നിലവിലെ ഈ ഭേദഗതി അതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കിയാൽ ഈ പറയുന്ന പരാതികളൊക്കെ നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കും. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ ഒരു ചരിത്രം തിരുത്തി എഴുത്ത് സാധ്യമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പ്രഥമ ദൃഷ്ട്യ അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. നമ്മൾ അങ്ങനെ പ്രതീക്ഷ വെക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 6 ലക്ഷം ഏക്കർ വസ്തു ഇന്ത്യയിൽ ഈ ഇത്തരത്തിൽ വഖഫാണെന്ന് പറയുന്നു. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗം വഖഫ് മുഗൾ ഭരണകാലത്തും പിന്നീടും ഒക്കെ ഉണ്ടായതാണ്. ഇതിനൊന്നും അടിയാധാരം അന്വേഷിച്ചു പോയാൽ കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ല. അതിൽ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങൾ, എന്ത് പ്രശസ്തമായത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ ദേശീയ നേതാക്കൾ, ഇവരൊക്കെ പഠിച്ചു വളർന്ന സ്ഥാപനങ്ങൾ വരെ ഇത്തരത്തിലുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാല നേതാക്കൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ പഠിച്ചു വന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള വഖഫുകളായിട്ടുണ്ട്. അവരുടെ പോലും അടിയാധാരങ്ങൾ അന്വേഷിച്ചു പോയാൽ കണ്ടെത്താൻ പറ്റില്ല. അതൊന്നും ഇനി മേലാൽ വഖഫല്ല എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന അരാജകത്വം, സംഘർഷം അത് വളരെ വളരെ വലുതായിരിക്കും. അതിൻ്റെ സീരിയസ്നെസ് സുപ്രീം കോടതിയൊക്കെ മനസ്സിലാക്കും എന്നാണ്. ഈ എന്തും പിടിച്ചെടുക്കാൻ നടക്കുന്ന ആളുകൾക്ക് എന്തും ആഗ്രഹിക്കാൻ പിടിച്ചെടുക്കാൻ പോകാം. പക്ഷെ അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം വളരെ വലുതായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖബർസ്ഥാനിനെ പറ്റിയൊന്നും വല്ലാതെ ഭീതി പുലർത്തണ്ട. അതിന് ഇൻഷാ അല്ലാഹ് പടച്ചോമ്പുരാനോട് മാർഗം കാണും. അത് നിയമം അതിലൂടെ തന്നെ സംരക്ഷിക്കപ്പെടാൻ കഴിയും. ഇനി അഥവാ അത് വഖഫിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോയാൽ വേറെയും രാജ്യത്ത് നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്. അതിനൊക്കെ നമുക്ക് പല മാർഗങ്ങളും കണ്ടെത്താൻ കഴിയും. നമ്മള് ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് നല്ലത്. കരോളി സിറാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ഫാറൂഖ് ഉണ്ട്, അമീർ മലയിൽ, മുഹമ്മദ് അലി, അങ്ങനെ 1 ഉണ്ട്. ഹാൻഡ് റൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. സിറാജ് ഭായ്, ഹലോ. കരോളി സിറാജ് എന്ന് പറഞ്ഞ പരിചയമില്ല, ചോദ്യം ചോദിക്കാനാണോ? അല്ലെങ്കിൽ ഫാറൂഖ് ചോദിച്ചോ. എന്നാ ഫാറൂഖ് ചോദിച്ചോ. മുഹമ്മദ് ഫാറൂഖ് ഭായ്. അല്ല, എന്റെ ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം അഡ്വക്കേറ്റ് സാറോട് പറഞ്ഞു. അതായത് ഈ നമ്മൾ ഈ കേരളത്തിലല്ല നോക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ പണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി മുഗൾ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ, അതായത് ആയിരക്കണക്കിന് കോടിയുടെ സ്ഥലങ്ങൾ ഇന്ത്യ മൊത്തത്തിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് ലക്ഷ്യം വെക്കുന്നത് അത്തരം വലിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യമായിരിക്കൂലേ ഈ ഒരു പുതിയൊരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അങ്ങനെ തന്നെ നമ്മൾ സംശയിക്കണം. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിരവധി പള്ളികൾ പൊളിക്കുന്നത് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അതായത് ഈ മുസ്ലിങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ വിദ്വേഷം വിതച്ച് കൊയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്തായാലും. അപ്പൊ അതൊക്കെ ഒരു ലക്ഷ്യമായി, തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമായിരിക്കണം. അത്തരം പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രമാത്രം വിജയിക്കും എന്നുള്ളത് അത് പ്രയോഗിച്ചു വരുമ്പോഴല്ലേ കാണുള്ളൂ. എന്തായാലും രാജ്യത്തെ നിയമം അല്ലെങ്കിൽ സുപ്രീം കോടതി അതിന് ചുവടുപിടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അമീർ മലയിൽ. എന്റെ സംശയം, ഈ വഖഫില് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് വരുമാനമുള്ള പള്ളികളും അതുപോലെ മദ്രസകളും ഒക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളെ മഹലിൽ തന്നെ കേളത്ത് മഹലിൽ തന്നെ ജാതിക്കുടം പള്ളി വഖഫിൽ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു വരുമാനത്തിൻ്റെ അടുത്ത് 7% മറ്റോ വഖഫിൽ പോകുന്നുണ്ട് ഫണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് രൂപ വഖഫിൽ ഫണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് വഖഫ് ബോർഡ് എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം. അത് എന്താണ്, എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാഴ്ചപ്പാടൊന്നും ഉപയോഗിക്കുന്ന കാണുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഈ ഒന്നാമത്തെ കാര്യം, ആ 7% ഇതിനകത്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭേദഗതിയിൽ അത് 5% കുറച്ചിട്ടുണ്ട്. അത് ആണ് ഒരുപക്ഷെ മുത്തവല്ലിമാർക്ക് സന്തോഷം നൽകുന്ന ഒരു ഭേദഗതി. അതാണ് ഒരു കാര്യം. വേറൊന്ന്, വഖഫ് ബോർഡ് നിലവിൽ അതിൻ്റെ ഹെഡ് ഓഫീസും വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാഫുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പോൾ നിരവധി ഡിവിഷണൽ ഓഫീസുകൾ അവർ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറത്ത്, ഇവിടെയൊക്കെ അങ്ങനെ പല വ്യത്യസ്ത, മഞ്ചേരിയൊക്കെയാണെന്ന് തോന്നുന്നു, വ്യത്യസ്ത ഡിവിഷണൽ ഓഫീസുകളൊക്കെ പലയിടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വഖഫ് സംഭവത്തെ നിലനിർത്താനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ അതിന് അത്തരത്തിലുള്ള എക്സ്പെൻസ് കുറേ വരുന്നുണ്ടാവും. പിന്നെ അവർ കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ വെൽഫെയർ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ വഖഫിൻ്റെ സംരക്ഷണമാണ് ബോർഡുകളുടെ ലക്ഷ്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വഖഫുകളിലുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ബോർഡിൽ നടക്കുന്ന അവരുടെ ജുഡീഷ്യൽ സിറ്റിങ്ങുകളിലൊക്കെയാണ്. അതൊക്കെ ബോർഡ് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിലവിൽ പല കേസുകളിലും വഖഫിനെ സംരക്ഷിക്കാൻ വേണ്ടി ബോർഡ് തന്നെ മുൻകൈയെടുത്ത് കേസ് നടത്തേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിലവിലെ നിയമം അനുസരിച്ചിട്ട് കെട്ടിടം ഒഴിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ബോർഡാണ് പരാതിക്കാരനായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ മുതവല്ലിമാർ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് നടപ്പാക്കേണ്ടത്, കോടതി വഴി ചെയ്യേണ്ടത് ബോർഡാണ്. ഇത്തരത്തിലുള്ള കുറേ ലിറ്റിഗേഷൻ എക്സ്പെൻസും അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ പല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ട് വരുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം മൊത്തത്തിൽ വഖഫിന്റെ നന്മക്കാണ് എന്നാണ്. അതെ, എല്ലാവർക്കും ഒരു കൺസേൺ. അത് ഈ പൈസ ഒക്കെ പോയിട്ട് എന്താ ചെയ്യുന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അതെ, ഒരു 3-4 ആളും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താൻ നന്നായി. 5:48 നമ്മുടെ സമയം ആയിട്ടുണ്ട്. ഒരു 4 ആളും കൂടി. മുഹമ്മദ് അലി ആർക്കെ മുതല്. ഹലോ, എന്റേത് ഈ നോൺ മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, അത് ഗവൺമെന്റ് അതിനെന്ത് ലോജിക്കാണ് പറയുന്നത്? മാൻഡേറ്ററി ആണോ ഇത് 2 നോൺ മുസ്ലിം ഉണ്ടാവണം എന്നുള്ളത്? അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്താണ് അവർ അതിന് ന്യായം പറയുന്നത് എന്നാണ്. ഈ 2 പേര്, അതെന്താ വെച്ചാൽ 2 പേര് നിർബന്ധമായും ഉണ്ടാകണം. നോൺ മുസ്ലിംസ്. മുസ്ലിങ്ങൾ 4 പേര് നിർബന്ധമായും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ആ 6 പേരുടെ കാര്യത്തിൽ അവരുടെ മതവ്യക്തിത്വം നിയമത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്താവണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് 11 പേരുള്ളതിൽ 7 പേര് വരെ വേണമെങ്കിൽ നോൺ മുസ്ലിംസ് ആവാം. ആ നിർബന്ധമായി പറഞ്ഞ 4 പേരൊഴിച്ച് ബാക്കിയുള്ള 7 പേരും വേണമെങ്കിൽ നോൺ മുസ്ലിംസ്. ഇതാണ് സാഹചര്യം. പിന്നെ ഇതിന് എന്ത് ന്യായമാണ് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, വഖഫ് വസ്തു നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ഏക്കർ വസ്തു വരുന്നതാണ്. അപ്പോൾ അതിൽ നിരവധി മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടി വേണം എന്നുള്ള ഒരു ഏക ന്യായമാണ് അവർ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് കോളർ ചെയ്യേണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മുഹമ്മദ് നാസർ ദാറുസ്സലാം തന്നെ ഇൻഷാല്ലാ 2-3 ആളെ കൂടി കാണുന്നുണ്ട്. വക്കീൽ പ്രശ്നമില്ലല്ലോ, 3-4 ആളും കൂടി ഓക്കെ അല്ലേ? നമുക്ക് ഇരിക്കാൻ പറയാം. സാറേ, നമ്മുടെ ഈ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്നുള്ള വിഷയത്തിലെ പരിഹാര മാർഗങ്ങൾ ഇന്നലെ വേറൊരു നിർദ്ദേശം ഒന്നിനെ കേട്ടതാണ്. അതായത് സർക്കാർ ഇൻഫ്ലുവൻസിൽ നിന്നും കമ്മ്യൂണിറ്റിക്ക് അല്പം മാറി നിൽക്കാൻ വേണ്ടി നോൺ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിക്കണം എന്നൊരു നിർദ്ദേശം. അതായത് ഈ സ്റ്റോക്സ്, ബോണ്ട്,
അതുപോലെ തന്നെ ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി, ഡോണർ റെഡ്യൂസ്ഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യത്തിൽ ശ്രദ്ധ ഊന്നണം എന്നൊരു നിർദ്ദേശം ഒരു മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അതിന്റെ പോസിബിലിറ്റി സാർ കാണുന്നുണ്ട് എങ്ങനെയാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിത് രാജ്യത്തെ നിയമം നോക്കിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തൃപ്തി നോക്കിയോ അല്ല ഒരു മുസൽമാൻ വഖഫ് ചെയ്യുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുരുങ്ങിയ ജീവിതകാലത്ത് പടച്ചതമ്പുരാൻ നൽകിയ ഒരു ഭാഗം അവൻ നന്മക്കായി നീക്കി വെക്കുന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം അവൻ അന്വേഷിക്കുന്നത് പരലോകത്താണ്. ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് അവൻ്റെ പ്രതീക്ഷ. ഈ നാട്ടിൽ അവൻ വെച്ചു പോകുന്നത് അവൻ്റെ ഒരു ആധാറായി, അടയാളമായി അവൻ ബാക്കി വെച്ചു പോകുന്നതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവൻ്റെ കൺസേണേ അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മീറ്റർ റീഡ് ചെയ്ത് തുടങ്ങി. ആ നന്മ ആരംഭിക്കുന്നിടം മുതൽ അവൻ്റെ മീറ്റർ റീഡ് ചെയ്ത് തുടങ്ങി അവൻ്റെ കൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ആരംഭം മുതൽക്കേ വസ്തുക്കൾ ദാനം ചെയ്യുക, വസ്തുക്കൾ വഖഫാക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഈ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ദശാസന്ധിയിൽ ഒരു സന്ദർഭത്തിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന അലങ്കോലം എന്ന് പറയുന്നത് നമ്മൾ ശാശ്വതമായി ഇനി ഇതൊക്കെ വിട്ട് കറൻസിയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ആ രീതിയിൽ ആലോചിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതല്ല. അതേസമയം മറ്റൊന്ന് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ട്രസ്റ്റുകളെയും സൊസൈറ്റികളെയും നിലവിൽ തന്നെ ഒഴിവാക്കി. നിലവിൽ കേരളത്തിലെ മിക്കവാറും മുസ്ലിം സംഘടനകൾ ചെയ്തു വരുന്നത്, പ്രധാനപ്പെട്ട, ഞാൻ പേര് പറയുന്നില്ല, മിക്കവാറും മുസ്ലിം സംഘടനകൾ ചെയ്യുന്നത്, അവരൊരു പള്ളി ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റ് രൂപീകരിക്കും. ആ ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിലായിരിക്കും അത് നടക്കുക. അവരൊരു സ്ഥാപനം, മറ്റെന്തെങ്കിലും സ്ഥാപനം ആരംഭിക്കുമെങ്കിൽ അതായിരിക്കും. അപ്പോൾ അവിടുത്തെ ഗവേണിംഗ് ലോ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആക്ട് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരിക്കും. ആ ആക്ടിൻ്റെ പെർവിയിൽ വരുന്ന ഒന്നും ഇവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ രാജ്യത്തെ നിയമത്തിൽ അത് വഖഫായിരിക്കില്ല. പക്ഷെ നിയത്ത് ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് ശാശ്വതമായി വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ശാശ്വത സ്വഭാവം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ആധാരത്തിലോ അല്ലെങ്കിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളിലോ ഒക്കെ വരുത്താൻ അയാൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ പ്രതിഫലം കുറയുകയുമില്ല. രാജ്യത്തെ നിയമത്തിൽ നിന്ന് ഈ നിയമം വല്ലാതെ പ്രയാസകരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതായിരിക്കും ബെസ്റ്റ്. വളരെ നല്ലൊരു മറുപടി ആയിരുന്നു നിങ്ങൾ പറഞ്ഞത്. കാരണം അവർ വഖഫ് കൊടുക്കുന്നതോടുകൂടി മീറ്റർ റീഡിങ് കൊടുക്കുന്നുള്ളത് അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഹിർ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ ബാക്കി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുള്ള ഒരു വിഷയമല്ല നല്ലത്. പിന്നെ എനിക്ക് തോന്നുന്നൊരു 3-4 ആൾ കൂടി ഹാൻഡ് റൈസ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും. ഓൾറെഡി 5:45 ആയി. അപ്പം ഒരു ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം, ഇതിൽ മെസ്സേജ് ഷെയർ ചെയ്യാം. ഞാനത് നോക്കുമ്പോൾ കട്ടായി പോകുന്ന കോള് ചെയ്യാൻ നോക്കുമ്പോൾ. പിന്നെ ഓക്കെ, ഞാൻ നമ്പർ വേണമെങ്കിൽ പറയല്ലേ, ജസ്റ്റ് നോട്ട് ചെയ്ത്. ഞാൻ മെസ്സേജ് ഇടാൻ നോക്കുമ്പോൾ കട്ടായി പോകുന്നു. ഞാൻ പറയണമെങ്കിൽ പറയാം. 98950 9895006959. 6959. 9895006959. ഓക്കെ, ഒരു രണ്ടാളും കൂടി നോക്കാം അല്ലേ? സമീർ ബിബി, ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. സംസ്ഥാനങ്ങൾക്ക് ഈ നിയമത്തെ മറികടക്കാൻ പറ്റുമോ? ഓരോ സംസ്ഥാനങ്ങൾക്ക്, അതായത് ഇത് സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാവുന്ന ഭരണഘടനാ ലിസ്റ്റിൽ വരുന്നൊരു സംഗതി തന്നെയാണിത്. ആ രീതിയിൽ ഉണ്ടാക്കാനും സാധിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാൻ ഒരുപോലെ അവകാശം നൽകപ്പെട്ടിട്ടുള്ള ലിസ്റ്റിൽപ്പെടുന്ന വിഷയത്തിൽ ഒരു സംസ്ഥാന നിയമം ഉണ്ടാക്കുമ്പോൾ ആ വിഷയത്തിലെ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി വരാൻ പാടില്ല. അതിന് വിരുദ്ധമായി വന്നാൽ ഭരണഘടനയുടെ തന്നെ 254 അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര നിയമം നിലനിൽക്കും, ഇതിന് മീതെ നിലനിൽക്കും എന്ന് പറയുന്ന ചില വകുപ്പുകൾ കൂടി ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര നിയമത്തെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന നിയമം എന്നുള്ളത് അത്ര പ്രായോഗികമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മുടെ MK സ്റ്റാലിനും അതുപോലെ തന്നെ മമതാ ബാനർജിയും ഞങ്ങളുടെ സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല എന്നർത്ഥം. അതിപ്പോൾ നമ്മൾ പൗരത്വ നിയമത്തെ പറ്റി അങ്ങനെ പറഞ്ഞു, ഇതിനെപ്പറ്റി അങ്ങനെ പറയുന്നു. അപ്പോൾ അതിന് അത്ര എളുപ്പമല്ല എന്തായാലും ആ കാര്യം. വേറൊന്നും ഇല്ലാന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാന്നല്ല, ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടാവും. വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും എത്ര പെട്ടെന്ന് ഇതാവില്ല. നമുക്കത് പരിപാടി 5:46 ആയിരുന്നു. ഫോൺ നമ്പർ ഒന്നും കൂടി ഷെയർ ചെയ്യോ? ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്പർ.
ഓക്കെ, മെസ്സേജ് ഇട്ടുണ്ട്, ചാറ്റിലിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളെ. അസ്സലാമലൈക്കും. ഞാൻ ഒറ്റ മിനിറ്റ്. എൻ്റെ പേര് ഹബീബ്, വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ ജബ്ബാർ സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യാവസാനം കുറച്ച് വൈകിയാണ് കയറിയത്. എന്തായാലും അൽഹംദുലില്ലാ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഒരു വക്കീൽ എന്നുള്ളതിൽ ഉപരി ഒരു സമുദായ സ്നേഹി എന്നുള്ള നിലക്കാണ് അവസാനത്തെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ആ സ്പിരിറ്റുള്ള വഖഫിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വക്കീലന്മാരുണ്ടാകണം എന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ഡോക്ടർ ഹക്കീം സാറ്, നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ഹക്കീം സാറും ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ 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 ഇഫക്റ്റീവായിട്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റി. ഇത്തരത്തിലുള്ള ചർച്ചകൾ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് മഹല്ല് കാര്യകർത്താക്കളാണ് ഇത് പഠിക്കേണ്ടത്. അവരുടെ ബോധമണ്ഡലത്തിൽ ഇതുണ്ടാകണം എന്ന് ഒരു ആശയം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.